വിജനി പറഞ്ഞതുപോലെ തന്നെ ആർക്കാണ് അതിവേഗം തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടത് എന്ന് ചോദിച്ച ഒരു MLA നമുക്കറിയാം. അത്തരത്തിൽ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. DPRുമായി ബന്ധപ്പെട്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലത്തിനൊപ്പം നമ്മൾ മാറേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഒരു ബദൽ പദ്ധതി UDF സർക്കാരിന്റെ ആലോചനയിൽ ഉണ്ടോ? അത്തരത്തിലുള്ള ചില പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും എന്നുള്ളതാണ് മുഖ്യമന്ത്രി എന്തായാലും മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിശദീകരിച്ചത്. നേരത്തെ LDF സർക്കാർ അവസാന ഘട്ടമായപ്പോൾ RRTS പദ്ധതിയുമായി മുന്നോട്ട് പോകാനൊരു തീരുമാനമെടുത്തിരുന്നു. സിൽവർ ലൈൻ ആ ഘട്ടത്തിൽ ഒരു ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് LDF സർക്കാർ പോയിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു അഭിമാന പദ്ധതിയായാണ് ഈ ഹൈസ്പീഡ് പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുക എന്ന തീരുമാനം LDF സർക്കാർ കൈക്കൊണ്ടിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഒരു ഘട്ടത്തിലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് RRTSമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ DPR ഉൾപ്പെടെ ഫണ്ട് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയായിരുന്നു RRTS. അത്തരം ഏതെങ്കിലും പദ്ധതിയുമായി ഇനി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ UDF ആ ഘട്ടത്തിൽ സിൽവർ ലൈനെയും ഒപ്പം തന്നെ RRTSനെയും എതിർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ ശ്രീധരൻ മറ്റൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ അന്ന് അംഗീകാരം നൽകിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല സംസ്ഥാന സർക്കാർ. എന്നാലും നിലവിൽ ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഏത് തരത്തിൽ ഈ സ്പീഡ് റെയിൽ എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ദീർഘകാലമായ ആവശ്യമാണ്. അത് സംസ്ഥാനത്തിന്റെ ചരക്ക് ഗതാഗതത്തെയും ഒപ്പം തന്നെ യാത്രാ ഗതാഗതത്തെയും എല്ലാം പൂർണ്ണമായും വളരെ വേഗത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്ത് തീരുമാനം ഇനി പുതിയതായി കൈക്കൊള്ളും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ചർച്ചകൾ നടത്തും എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്.